വീട്ടിലെ തട്ടിക്കൂട്ട് കറികളിലെ പ്രധാനിയാണ് കേട്ടോ ഈ വഴുതനങ്ങ. എന്താണെന്ന് വെച്ചാലേ വീടിൻ്റെ മുറ്റത്ത് ഒരു 5-6 വഴുതനങ്ങ തൈ നട്ടിട്ടുണ്ടായിരുന്നേ. എല്ലാം നല്ല വൃത്തി കണക്ക് കിളിച്ച് വന്നപ്പോഴുണ്ടല്ലോ, കായ്ച്ചപ്പം എല്ലാം ഒരേപോലെ കായ്ച്ചു. ഈ പച്ച വഴുതനയ്ക്ക് അധികം കയർപ്പും കലർപ്പും ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഴുക്കുവരട്ടി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുനുകുന അരിയാണ്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കീറിയിട്ട് മെഴുക്കുവരട്ടി വെക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഒന്ന് ബജ്ജി ഉണ്ടാക്കിയാലോ എന്ന്. വഴുതനങ്ങ ബജ്ജിയൊക്കെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. മുളക് ബജ്ജി, മുട്ട ബജ്ജി അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി കടലമാവും ഇത്തിരി അരിപ്പൊടിയും മൈദപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത്, കായപ്പൊടി ഇല്ലാത്തത് കൊണ്ട് കായ ഞാൻ ഇച്ചിരി കലക്കിയാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ അതൊക്കെ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ പെറുക്കിയിട്ട് കേട്ടോ. ആദ്യം കനം കുറച്ച് കൂടിപ്പോയെന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ കനം കുറച്ച് കീറിയെടുത്തിട്ട് അപ്പോൾ അമ്മയും ഞാനോട് കൂടി ഒന്ന് പൊരിച്ചെടുത്ത് കേട്ടോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നല്ല രുചിയായിരുന്നു കേട്ടോ. കട്ടൻ ചായൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത എൻ്റെ കുട്ടികൾ പോലും ഇതിരുന്ന് കഴിച്ചു പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.